നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് മാരേജുള്ള മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡിമാൻഡ്സ് കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യമായിട്ട് പറയുന്നത് ഷെബിനയുടെ ഡീറ്റെയിൽസാണ്. ഷെബിനയ്ക്ക് 31 വയസ്സാണ്. മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. ആളുടെ കളർ ഫെയർ ആണ്. വിദ്യാഭ്യാസം SSLC ആണ് തന്നിട്ടുള്ളത്. മതപഠനം 7th തന്നിട്ടുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വലിയ പറമ്പ് ഭാഗമാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന 37 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട്. സെക്കൻഡ് മാരേജും കുട്ടികളില്ലാത്ത പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും 3 സിസ്റ്റേഴ്സുമാണ് ഉള്ളത്. മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല. ഷെബിനയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം. അടുത്തത് 39 വയസ്സുള്ള ഫസ്റ്റ് മാരേജുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത്. 154 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫാദർ ലേറ്റാണ്. മദർ ആശാ വർക്കറാണ്. ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സുമാണ് ഉള്ളത്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ്. ഡിമാൻഡായിട്ട് പറയുന്നത് 48 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട്. SSLC വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബാധ്യത ഇല്ലാത്ത സെക്കൻഡ് മാരേജ് ആണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട്. മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും എന്നും കൂടി അറിയിക്കുന്നുണ്ട്. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അടുത്തത് റുബീനയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. റുബീനയ്ക്ക് 37 വയസ്സാണ്. 5 അടി 2 ഇഞ്ചാണ് ഹൈറ്റ്. ഇരുനിറാണ്. മതപഠനം 6 തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം +2. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗമാണ്. ഡിമാൻഡായിട്ട് പറയുന്നത് 44 വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പുനർവിവാഹിതരുടെ പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട്. കുട്ടികളുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട്. മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഇത്രയും ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ. ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ്. അനുയോജ്യമായ പ്രപ്പോസലുകൾ ലഭിക്കാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.